പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ തലയിലോട്ട് കയറുന്ന ചില വർഗങ്ങളെയാണ് ഞാൻ കാണാറുള്ളത്. അതെനിക്ക് പ്രശ്നമില്ല. അത് ആ തലയിരിക്കുന്നതിനെ എടുത്ത് താഴെ ഇടാനും എനിക്ക് കഴിയും. വേണ്ട, പോട്ടതല്ല. സഹോദരങ്ങളെ, ഞാനെപ്പോഴും മതത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ ഒരു കൈയാണ്. അവർ പ്രവർത്തിക്കുന്ന ഒരുപോലെയാണ്. അതിന് രണ്ട് പേരിട്ട് അവരറിയുന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് രാഷ്ട്രീയക്കാരെ ആദ്യം പറയാം. കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പെണ്ണ് കേസിൽ പിടിപ്പിച്ചതുപോലെ പെണ്ണ് കേസുണ്ടായത് ആദ്യം ഒരു പെണ്ണ് റീന, ആരാണെങ്കിലും പെണ്ണ് തന്നെയാണ്. അവള് ബി ഡി സതീശനോടും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്. അപ്പോൾ ബി ഡി സതീശ് വലിയ പ്രയാസമായി. എൻ്റെ പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തുവാ അവിടെ ഇവര് എന്നാ നാണമില്ലാത്ത ഈ ഞാൻ മറ്റു ഭാഷ ഉപയോഗിക്കുന്നില്ല. ഇവർക്ക് ഈ ഫോട്ടോ പുറത്തു വിടാമോ? ആ പെണ്ണും കൂടെ അവിടെ ബർത്ത്ഡേക്ക് കേക്ക് അവർ രണ്ടുപേരും കൂടെ മുറിക്കുന്നു. എന്താ, ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോൾ അവിടെ അപ്പനും അമ്മയും ഇല്ലയോ, അവർക്ക് കൂട്ടുകാരില്ലയോ, ആരുമില്ല. ഇവർ രണ്ടും കൂടെ കേക്ക് മുറിക്കുന്നു. അതവിടേക്കട്ടെ, അത് വെറുതെ ചിന്തിക്കണ്ട. അവരുടെ സ്നേഹം കൊണ്ടാണ്. നമ്മൾ രണ്ടും മാത്രം മതി, അത് മറ്റിടത്തും അവർ രണ്ടും മാത്രം മതി എന്നുള്ള ചിന്തയാണല്ലോ. അത് പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ച് രണ്ട് മാങ്ങ എടുത്ത്, വലിയ മാങ്ങ രണ്ട് കയ്യിലെടുത്ത് വെച്ച് കാണിക്കുന്നു. ഈ ഫോട്ടോ എല്ലാം ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അപ്പം ഈ സതീശൻ അവളുമായിട്ട് എന്തെല്ലാം ബന്ധങ്ങളുണ്ടെന്നറിയാമോ എന്നുള്ള ഇത്രയും അടുത്ത ബന്ധമാണ്. ഏത് ബന്ധമാണെന്ന് എനിക്കില്ല. രക്തബന്ധമാണോ മറ്റു വല്ല ബന്ധമാണോ ഏതായാലും ഉണ്ടാവും. ബി ഡി സതീശൻ്റെ ചെവി കിട്ടുമ്പോഴത്തേക്ക് ബി ഡി സതീശന് ഇളകി. രാഹുൽ മാങ്കൂട്ടത്തിനെ കേസോ വഴക്കും ഒന്നും കൊടുക്കണ്ട, കേസ് കൊടുക്കുകയല്ല, കോൺഗ്രസിൽ നിന്ന് അങ്ങ് നിൽക്കുക. അവൻ്റെ അപ്പൻ്റെ കോൺഗ്രസ് അല്ലയോ. ഞാൻ പറയാം, നീ അങ്ങനെ ഉണ്ടെങ്കിൽ നീ രാജീവ് ഗാന്ധി പുറത്താക്കാൻ പറയടാ. രാജീവ് ഗാന്ധി അവരിപ്പോഴും 55 വയസ്സുള്ളവർ കല്യാണം കഴിച്ചിട്ടില്ല. അവർ നിന്റെ മുന്നിൽ കൂടാണ് കേരളത്തിലെ ഒരു പെണ്ണുമായിട്ട് കേരളത്തിലെ ഹോട്ടലിൽ വലുത് ആവർത്ത്. അന്ന് സെക്യൂരിറ്റി വരെ ഉണ്ടായിരുന്നു അവന്. കാരണം അവിടെ ശല്യം ഉണ്ടാകാൻ പാടില്ല ഈ സമയത്ത്. അതുകൊണ്ട് ഇവിടെ തന്നെ രാമന് ആൻഡമാൻ ദ്വീപുകളിലൊക്കെ പോയി. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നീ കോൺഗ്രസിൽ നിന്ന് ഔട്ടാക്കാൻ പറയുന്നില്ല? കാരണം അവൻ്റെ ഹിറ്റെങ്കിൽ നിൻ്റെ വായിലോട്ട് കയറത്തുള്ളൂ. രാഹുൽ മാങ്ങോട്ട് കയറി വന്നാൽ നിൻ്റെ വഴി വിട്ടു. അതുകൊണ്ട് കുഴപ്പമില്ല. അത് തന്നെയാണ്. ഇന്നലെ ഞാനൊരു ഫോട്ടോ കണ്ടു. ചെങ്ങന്നൂർ ബലേരമനയിൽ ഭദ്രാസന വാർഷികം 14 15ാമത്തെ വാർഷികം. അവിടെ ഒരു മെത്രാൻ്റെ 17ാമത്തെ മെത്രാനായതിൻ്റെ ആഘോഷത്തിന് വേറെ ആരെയും കണ്ടില്ല. ആ മെത്രാനെയും അടുത്തൊരു പെങ്കൊച്ചിനെയും കണ്ടുള്ളൂ. ആരുമായിക്കോട്ടെ, അത് മെത്രാൻ്റെ സഹോദരിയോ മോളോ അല്ലെങ്കിൽ ഇടവകയിലെയോ സഭയിലോ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ മെത്രാൻ്റെ 17ാം മെത്രാനായതിൻ്റെ വാർഷികത്തിൽ ഇവർ രണ്ടും ഉള്ളായിരുന്നു.
എന്തുകൊണ്ട് ഇവരുടെ രണ്ടും കൂടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലിട്ടു? ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ വല്ല വിരോധം തോന്നിയാൽ അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. പ്രാഗമുളയ്ക്കാൻ ഓപ്പണായിട്ടാണ് ഇത് ഇവന്മാരെ ഓട്ടോസഭയിലെ ഭർത്താന്മാരും പുരോഹിതന്മാരും അവരെ ദേവാലയ അരമനകളെല്ലാം അവരുടെ കിടപ്പറകളാക്കി മാറ്റിയിരിക്കുക. ഇല്ല എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഈ മെച്ചാൻ്റെ ഈ വാർഷികം 17ാമത്തെ വാർഷികം ആഘോഷിച്ചെങ്കിൽ ഇവനും മാത്രം ഉള്ളായിരുന്നോ? ആരും പറയില്ലായിരുന്നോ? എന്തുകൊണ്ട് ഈ ഒരു ഫോട്ടോ വന്നു? വേണ്ട, സൂക്ഷിക്കാൻ നിങ്ങളുടെ സമയമാ മക്കളെ, നിങ്ങൾ സൂക്ഷിക്കാൻ.